കനാലുകളിൽ വെള്ളമെത്താത്തതിനെതിരെ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ സംഘടിപ്പിച്ച് MVIP ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. വെള്ളം കിട്ടാത്തതിനാൽ കരിഞ്ഞുണങ്ങിയ നെൽച്ചെടികളുമായാണ് ജനപ്രതിനിധികളും MLAയും പ്രതിഷേധത്തിനെത്തിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. MVIP കനാലുകൾ ക്ലീൻ ചെയ്ത് വെള്ളമെത്തിക്കാത്തതിനെതിരെ മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ MVIP ഓഫീസിലേക്ക് ജനപ്രതിനിധികളുടെ പ്രതിഷേധ റാലി നടന്നു. കനാലുകളുടെ അറ്റകുറ്റപ്പണിക്കും വാർഷിക മെയിൻ്റനൻസിനുമായി വർഷങ്ങളായി സർക്കാർ ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതിനെതിരെയായിരുന്നു ശക്തമായ പ്രതിഷേധം. സർക്കാർ പണം അനുവദിക്കാത്തതിനാൽ ഡിപ്പാർട്ട്മെന്റിന് ഒന്നും ചെയ്യാനാകില്ലെന്ന സ്ഥിരം മറുപടിയാണ് അധികൃതരിൽ നിന്നുണ്ടാകുന്നതെന്ന് MLA കുറ്റപ്പെടുത്തി. MVIP കനാലിൽ വെള്ളമെത്താത്തതിനെ തുടർന്ന് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് കർഷകരാണ് കടുത്ത ദുരിതം അനുഭവിക്കുന്നത്. അടിയന്തിരമായി കനാലുകളുടെ മെയിൻ്റനൻസ് പൂർത്തിയാക്കി വെള്ളമെത്തിച്ചില്ലെങ്കിൽ ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിയിടങ്ങൾ നശിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും MLA മുന്നറിയിപ്പ് നൽകി. ഞാൻ കഴിഞ്ഞ ആഴ്ച മിനിസ്റ്ററായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇതുവരെ സാങ്ഷൻ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ അതിൻ്റെ അത് ഫോളോ അപ്പ് ചെയ്തു, നമ്മൾ ബാക്കി കൊടുത്തു. ഇതിൻ്റെ ഗൗരവാവസ്ഥ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി. ഞങ്ങളൊരു അക്രമ സമരത്തിന് വന്നതല്ല. ഞങ്ങൾ വി ആർ ലിവിങ് ദിസ് ഇയർ. ഇതാണ് കർഷകന്റെ അവസ്ഥ. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെടി രക്ഷിക്കാൻ പറ്റുമോ നനച്ച് നിങ്ങൾ എന്തെങ്കിലും ആത്മാർത്ഥം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ കർഷകൻ എങ്ങനെ ചെയ്യും? ഒരു ചെടി 2 ചെടിയല്ല, അവൻ്റെ അധ്വാനവും വേർപ്പും പാടം നിരന്ന് ഉണങ്ങിപ്പോണ കാണുമ്പോൾ സഹിക്കാൻ പറ്റും. നിങ്ങളിത് വളരെ അഡ്വാൻസ് ചെയ്ത് ഇത് ചെയ്യേണ്ടതാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, സാങ്ഷൻ ആയില്ല എന്ന് മാത്രം പറഞ്ഞപ്പോൾ നിങ്ങൾ കർഷകരുടെ ഗൗരവം അവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഇതിങ്ങനെ മുടങ്ങിപ്പോയ അവസ്ഥയാണെന്ന് കഴിയോ? ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഒരു ലെറ്റർ നോക്കിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് വാസ് എ വെരി ടെക്നിക്കൽ നോർമൽ എസ്റ്റിമേറ്റ് റിക്വസ്റ്റ്. ഇതിങ്ങനെ ചെയ്യണം ഞാനത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കവറിംഗ് ലെറ്റർ എഴുതിയത്. ആ കവറിംഗ് ലെറ്റർ എഴുതിയതിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി ഗവൺമെന്റിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് MLA എന്ന നിലയ്ക്കുള്ള എൻ്റെ പരാതി. കർഷകരുടെ യഥാർത്ഥ പ്രശ്നത്തിന്റെ ഗൗരവം ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുന്നതിനായി ഉണങ്ങി നിൽക്കുന്ന നെൽച്ചെടി പാടത്തു നിന്നും പറിച്ചുകൊണ്ടുവന്ന ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്ത് വെച്ചിട്ടും സർക്കാരിന്റെ കണ്ണു തുറക്കാത്തത് അത്യന്തം ദുഃഖകരമാണെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന മറുപടി, സർക്കാർ കാലങ്ങളായി പണം അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള സ്ഥിരം പല്ലവി തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ അടിയന്തരമായി ഇതിന്റെ മെയിൻ്റനൻസ് നടത്തി വെള്ളം റിലീസ് ചെയ്തില്ല എങ്കിൽ ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയിലെ കൃഷി ഏതാനും ദിവസങ്ങൾക്കകം ഉണങ്ങിപ്പോകും. കർഷകര് വെള്ളം നനയ്ക്കാൻ കഴിയാതെ വളരെ പ്രയാസത്തിലാണ്. അവരുടെ യഥാർത്ഥ പ്രയാസം മനസ്സിലാക്കുന്നതിനും ഇവർക്കൊരു സെൻസിറ്റിവിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടത്തു നിന്നും ഉണങ്ങി നിൽക്കുന്ന നെല്ല് പറിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾ അവരുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടും സർക്കാരിന്റെ കണ്ണു തുറക്കുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുൻപ് മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണെന്നും അദ്ദേഹത്തിന്റെ തീരുമാനം വന്നാൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്നും അറിയിച്ചിരുന്നുവെന്ന് MLA പറഞ്ഞു. എന്നാൽ 1.5 ആഴ്ച കഴിഞ്ഞിട്ടും ഇന്നും ഇതേ മറുപടിയാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്നതെന്നും ഫയൽ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് തന്നെ കെട്ടിക്കിടക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 10,000-കണക്കിന് ജനങ്ങളുടെ ജീവിതമാണ് ഈ ഫയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും അത് തിരിച്ചറിയാൻ കഴിയാത്ത മുഖ്യമന്ത്രിയാണ് ഇന്ന് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, ഞാൻ ഒരാഴ്ച മുമ്പ് മന്ത്രിയെ വിളിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയോട് സംസാരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫയല് CMന്റെ മുമ്പിലാണ്, ഒരു തീരുമാനം എടുത്താൽ പെട്ടെന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്ന് ഏതാണ്ട് 1.5 ആഴ്ച കഴിഞ്ഞ് വന്ന് ഇവിടെ ചോദിക്കുമ്പോൾ ഇന്നത്തെ മറുപടിയും വീണ്ടും അത് CMന്റെ മുമ്പിലാണ് എന്നാണ്. CMന്റെ മുമ്പിൽ CM പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർത്തുപോവുകയാണ്. ഓരോ ഫയലിലും ഉറങ്ങുന്ന ഒരു ജീവനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ മേശപ്പുറത്ത് ഇന്നിരിക്കുന്ന ഫയലിൽ ഉറങ്ങുന്നത് ആയിരക്കണക്കിന് കർഷകരുടെ അധ്വാനവും ജീവനുമാണ്.
അത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത്. ആയിരക്കണക്കിന് ഈ 10,000-കണക്കിന് കർഷകരുടെ ജീവൽ പ്രശ്നം നിങ്ങളുടെ മേശയുടെ മുമ്പിൽ ഉറങ്ങാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞുവെന്ന് നിങ്ങളോടൊപ്പമുള്ള മന്ത്രിയും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫും ഇന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ കർഷകർക്ക് വെള്ളമെത്തിക്കാനാകില്ലെന്ന് ഔദ്യോഗികമായി ജനങ്ങളോട് പറഞ്ഞാൽ മതിയെന്നും അത്തരമൊരു പ്രഖ്യാപനം സർക്കാർ നടത്തുകയാണെങ്കിൽ മൂവാറ്റുപുഴയിലെ 5 പഞ്ചായത്തുകളിലെ കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ പണം ജനങ്ങളിൽ നിന്നും കണ്ടെത്തി ഡിപ്പാർട്ട്മെന്റിന് നൽകാൻ താൻ തയ്യാറാണെന്നും മാത്യു കുഴൽനാടൻ MLA പ്രഖ്യാപിച്ചു. നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ജനങ്ങളോട് പറഞ്ഞാൽ മതി, കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് കർഷകന് വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന്. ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു MLA എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഈ സർക്കാർ എഴുതി തരികയാണെങ്കിൽ ഈ പ്രദേശത്തെ ഈ 5 പഞ്ചായത്തുകളിലെ കർഷകരുടെ പ്രയാസം പരിഹരിക്കാൻ വേണ്ട പണം ജനങ്ങളിൽ നിന്ന് കണ്ടെത്തി അത് ഈ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ആയിരക്കണക്കിന് കർഷകരെ അണിനിരത്തി ശക്തമായ മാർച്ചും പ്രക്ഷോഭവും ഈ നാട്ടിൽ നിന്നും ഉയരുമെന്ന മുന്നറിയിപ്പും MLA സർക്കാരിനും ഡിപ്പാർട്ട്മെന്റിനും നൽകി.